ലോകേഷ് കനകരാജ്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ലോകേഷ് കനകരാജിന്റെ 6 സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ സിനിമകൾ ഏതൊക്കെയാണെന്നും ഏറ്റവും മോശം സിനിമ ഏതാണെന്നും ഉള്ള ഒരു ലിസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ലോകേഷ് കനകരാജിന്റെ ഏറ്റവും ഇഷ്ടമായ സിനിമയും ഏറ്റവും മോശമായിട്ട് തോന്നിയ സിനിമയും ഏതാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. 6 സിനിമകളിൽ നമ്മുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ള സിനിമ ലോകേഷ് കനകരാജിന്റെ ആദ്യ സിനിമ തന്നെയായ തിയേറ്ററിൽ റിലീസ് ചെയ്ത മാനഗരമായിരുന്നു. കുറഞ്ഞ ബഡ്ജറ്റിൽ തയ്യാറാക്കിയ സിനിമ അത്യാവശ്യം നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ നേടിയെടുത്തു. വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരൊന്നും അല്ലാതിരുന്നത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയൊരു പ്രേക്ഷക സ്വീകാര്യതയൊന്നും ആ സമയത്ത് സിനിമയ്ക്ക് ലഭിച്ചിരുന്നില്ലായിരുന്നു. ആഫ്റ്റർ ലോകേഷ് കനകരാജിന്റെ സിനിമകൾ ഇറങ്ങിയതിനു ശേഷം കൂടുതൽ ആൾക്കാർ കാണുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്ത ഒരു സിനിമയാണ് മാനഗരം. നമ്മുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ള ലോകേഷ് കനകരാജ് സിനിമ മാനഗരമാണ്. രണ്ടാമതുള്ള സിനിമ ലോകേഷിന്റെ സെക്കൻഡ് തിയേറ്ററുകളിലെത്തിയ കൈദി തന്നെയാണ്. 100 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. LCUവിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു കൈദിയാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ള സിനിമ. 3-ാം സ്ഥാനത്തുള്ള സിനിമ വിജയ് നായകനായിട്ട് എത്തിയ മാസ്റ്ററാണ്. കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റിൽ വിക്രമായിരിക്കാം ഈ ഒരു സ്ഥാനത്ത് എത്തുക. എന്നാൽ നമുക്ക് നല്ലതെന്ന് തോന്നിയ വിക്രത്തിനെക്കാട്ടിലും ഒന്നുകൂടി കണ്ടിരിക്കാൻ കൊള്ളാവുന്നതും നല്ലൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നിയതുമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു മാസ്റ്റർ. വിജയ് സിനിമകളിൽ സ്ഥിരം കാണാറുള്ള ആക്ഷൻ സീനുകളും ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന സിനിമയായിരുന്നു മാസ്റ്റർ. ബോക്സ് ഓഫീസിൽ ഒരു വലിയൊരു കളക്ഷൻ, സ്ഥിരം വിജയ് സിനിമകൾ നേടിയെടുക്കുന്ന പോലെയുള്ള വൻപൻ കളക്ഷൻ ഒന്നും ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ ഫാൻസിനും ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമയും കൂടിയായിരുന്നു മാസ്റ്റർ. പക്ഷേ നമുക്ക് എന്തോ നല്ലൊരു ഇഷ്ടം തോന്നിയ ഒരു സിനിമയാണ് മാസ്റ്ററാണ് നമ്മുടെ ലിസ്റ്റിൽ 3-ാമതുള്ളത്. നിങ്ങളുടെ ലിസ്റ്റിൽ മാസ്റ്ററിന് എത്രാമത്തെ സ്ഥാനമാണ് നൽകുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യുക. അടുത്തത് മറ്റൊന്നുമല്ല, കമൽ ഹസൻ നായകനായിട്ട് എത്തിയ വിക്രമായിരുന്നു. LCUവിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ് വിക്രം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമ കൂടിയായിരുന്നു വിക്രമാണ് നമ്മുടെ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്തുള്ള സിനിമ. 5ഉം 6ഉം സ്ഥാനങ്ങളിലുള്ള സിനിമ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിന്നീട് വന്ന ലിയോയും കൂലിയുമായിരുന്നു. ഈ 2 സിനിമകളിൽ നമുക്ക് പേഴ്സണലി ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ ഒരു സിനിമ ലാസ്റ്റ് വന്ന കൂലിയായിരുന്നു. 5-ാം സ്ഥാനം നമ്മൾ കൂലിക്കാണ് നൽകുന്നത്. 6-ാം സ്ഥാനമാണ് ലിയോയ്ക്ക് സമ്മാനിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും പോവുകയായിരുന്നെങ്കിൽ ലോകേഷ് കനകരാജിന്റെ സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന സ്ഥാനം ലിയോ നേടിയെടുക്കുമായിരുന്നു. പക്ഷെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു ലിയോ സമ്മാനിച്ചത്. സ്ഥിരം വിജയ് സിനിമകളിൽ കണ്ടുവരുന്ന ആക്ഷൻ രംഗങ്ങളും ഫാൻസിന് വേണ്ടിയുള്ള കുറെ സീനുകളും ഒക്കെ ഉൾപ്പെടുത്തി വന്ന ലിയോയെ സെക്കൻഡ് ഹാഫ് കൊണ്ട് തീരെ ഇഷ്ടപ്പെടാതെ പോയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ലിയോയാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ 6 സിനിമകളിൽ 6-ാം സ്ഥാനത്തുള്ള സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ലോകേഷ് കനകരാജിന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ 1 മുതൽ 6 വരെ ഉള്ള സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടെന്ന് കമന്റ് ചെയ്യുക. ലോകേഷ് കനകരാജിന്റെ സിനിമകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.